ജൂബീസ് ടേസ്റ്റ് ടേബിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണുന്നത് ഒരു നല്ലൊരു നെയ്ച്ചോറ്, അതായത് കുക്കറിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല ടേസ്റ്റായിട്ട് കുക്കറിൽ വേഗത്തിൽ എങ്ങനെയാണ് ഒരു നെയ്ച്ചോറ് തയ്യാറാക്കുന്നതാണ്. ഇത് കുട്ടികൾക്ക് അതുപോലെ ബാച്ചിലേഴ്സിനൊക്കെ നല്ല എളുപ്പമാണ്. അതുപോലെ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരും, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ഇത് ഇറച്ചി പോലും വേണ്ട, നല്ല ഒരു റേറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ്, മെഷർമെൻറ്റ് കപ്പിന് 1.5 കപ്പ് അരിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് എന്താ പറയുക, ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇത്തിരി സവോള വറുത്ത്, അതുപോലെ തന്നെ പിന്നെ നട്ട്സ്, കാഷ്യൂ നട്ട്സ്, റേസിൻസ് ഒക്കെ ഉണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഇതില്ലേലും കുഴപ്പമില്ല. ചോറ് നല്ല രുചിയാണ്. അപ്പോൾ ഒരു ചോറിനൊരു നല്ലൊരു ഭംഗിയൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ സാധാരണ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 സവോള 2 പാത്രത്തിലായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കാഷ്യൂ നട്ട്, റേസിൻസ്, നമുക്കറിയാമല്ലോ, പിന്നെ ഗ്രാമ്പു, കറുവപ്പട്ട, ഏലയ്ക്ക, 2 തണ്ട് കറിവേപ്പില. നല്ല ടേസ്റ്റാണ് കറിവേപ്പില ചേർത്താൽ കേട്ടോ. അപ്പോൾ ഇതൊരു കുക്കർ മാത്രം മതി കേട്ടോ, വേറെ ഒരു പാത്രവും വേണ്ട. ഒരു കുക്കറിലേക്ക് ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് 2 സ്പൂൺ നെയ്യും 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ചേർക്കാതെ നെയ്യിൽ തന്നെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആ നട്ട്സും അതുപോലെ തന്നെ റേസിൻസും ഒക്കെ ഒന്ന് വറുത്ത് എടുക്കാം. ഇത് വറുത്ത് മാറ്റിയിട്ട് നമുക്ക് സവോള ഞാൻ പറഞ്ഞല്ലോ, ഒരെണ്ണം കനം കുറച്ചരിഞ്ഞിട്ടുണ്ട്, അത് നമുക്കത് വറുത്തെടുക്കണം ഗാർണിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഉണ്ടോ, ഞാൻ ഈ റേസിൻസ് കഴുകി വെച്ചിരുന്നതുകൊണ്ടാണ്, ആ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് ആ സൗണ്ട് കേട്ടത്. ഇതും നമുക്കിനി പാകമായിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സവോള അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അത് കരിഞ്ഞു പോകാതെ വളരെ തീ കുറച്ചിട്ട് വേണം വറുക്കാനായിട്ട്. അത് അരിയുമ്പോൾ തന്നെ നമുക്കറിയാം, അത് ഒരേ കനത്തിൽ അരിയണം, എന്നാലേ ഉള്ളൂ നമുക്കത് നല്ല ഒരേപോലെ പാകമായി കിട്ടുകയുള്ളൂ. ഒരു അല്പം പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഇതൊന്ന് വേഗം ഒന്ന് മൂത്ത് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ചെറിയൊരു അല്പം പിഞ്ചുപ്പിട്ട് കൊടുത്താലും മതി. ഇത് എന്താ പറയുക, ഒത്തിരി മൂത്ത് പോരുത് കേട്ടോ, ഒരു ചെറിയ ഗോൾഡൻ ബ്രൗണേ ആകാവുള്ളൂ. അപ്പോഴത്തേക്ക് ഇത് കോരി മാറ്റണേ, കരിഞ്ഞു പോലെ അതിൻ്റെ ടേസ്റ്റ് എല്ലാം പോകും. അപ്പോൾ ഇനി നിങ്ങൾ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് നെയ്ച്ചോറ് വെച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളതിൻ്റെ കമൻറ്റുകൾ തീർച്ചയായിട്ടും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടൊന്ന് അറിയിക്കണം. സവോള ഇതുപോലെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ സിനമണും ഒക്കെ എടുത്ത് വെച്ചിട്ടില്ല, അതൊക്കെ ഓരോ പീസ് എടുക്കാവുള്ളൂ കേട്ടോ. സിനമൺ 1 പീസ്, അതുപോലെ ഏലക്ക 2 അല്ലെങ്കിൽ 3, പിന്നെ ഗ്രാമ്പു ആണെങ്കിൽ 2 എണ്ണം മതി. ഒരു ചെറിയ ബേ ലീഫ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. തീ കുറച്ചായിട്ടിരിക്കുന്നു കേട്ടോ. ഇനി നമ്മൾ ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടില്ല, അതിന് വർക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതി. അപ്പോൾ ആ സവോള ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു 1.5 കപ്പ് അരി നന്നായിട്ട് 3-4 തവണ കഴുകിയിട്ട് ഈ 15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയിട്ട് വാരി ഒരു അരിപ്പപാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത്. 1.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതുപോലെ വെള്ളം നമ്മൾ ഒന്ന് തിളപ്പിച്ച് മാറ്റി വയ്ക്കണം. അറിയാലോ, 1 കപ്പിന് 1.5 കപ്പ് വെള്ളം വെച്ച്, അത് കുക്കറിലാണെങ്കിൽ മാത്രം. അപ്പോൾ ആ അരി നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് ഇളക്കി വറക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇത് സൂക്ഷിച്ചിളക്കണം, അരി പൊടിഞ്ഞു പോകരുത്. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 2.25 കപ്പ് വെള്ളമാണ് കേട്ടോ. 1.5 കപ്പ് അരിക്ക് 2.25 കപ്പ് വെള്ളം. തിളച്ച വെള്ളം തന്നെ ചേർക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കറിലാണെങ്കിലാണ് കേട്ടോ ഈ അളവ്. നമുക്ക് നമ്മൾ സാധാരണ പാത്രത്തിൽ വയ്ക്കുകയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം പോരാ, 1.25 കപ്പ് മുതൽ 2 കപ്പ് വെള്ളം വരെ ചേർക്കണം, അരി നന്നായിട്ട് വേണമെങ്കിൽ.
അരി വെന്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചോറിന്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഉപ്പ് മതി കേട്ടോ. ഞാൻ 3/4 ചേർത്തിട്ടുള്ളൂ. ഒന്ന് നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂണിന് 1 സ്പൂണ് ഉപ്പ് കറക്റ്റാണ്. അതായത് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ്. ഇനി ചെറുനാരങ്ങ ഇല്ലെങ്കിൽ ഇത്തിരി വിനാഗിരി ചേർത്താലും മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് 2 തണ്ട് നല്ല ഫ്രഷ് കരിവേപ്പില എടുത്ത് വെച്ചില്ലേ, ആ കരിവേപ്പില ചേർത്ത് കൊടുക്കണേ. നല്ല ടേസ്റ്റാണ് ആ കരിവേപ്പില ഇതിനകത്ത് നിന്ന് വേകുമ്പോൾ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടപ്പെടുത്ത് വെച്ചിട്ട് അടച്ചിട്ട് വെയിറ്റിട്ട് 2 വിസിൽ കേൾക്കണം. 2 വിസിൽ കേൾക്കാണ്ട് ഓഫ് ചെയ്യണം. എന്നിട്ട് പ്രഷറെല്ലാം പോയ ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കുമ്പോൾ പാകത്തിനായിരിക്കും വെന്തിട്ടുള്ളത്. അപ്പോൾ പ്രഷറൊക്കെ പോയി തുറന്നു. നല്ല സ്മെല്ലുണ്ട്. നമ്മളൊരു ഒരു ഫോർക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് അടി ഇളക്കി കൊടുക്കണേ. അല്ലെങ്കിൽ ചിലപ്പോൾ അടി ഇരിക്കുന്ന ചോറൊക്കെ അങ്ങോട്ട് വെന്തു പോവും. വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, നിർബന്ധമില്ല. ഇത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോള, അതുപോലെ തന്നെ കാഷ്യൂനട്ട്, റൈസിൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളതിൻ്റെ കമൻറ്റ് അറിയിക്കണേ. നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഒത്തിരി ഇളക്കരുത് കേട്ടോ, ചോറ് പൊടിഞ്ഞു പോകും. നല്ല ടേസ്റ്റായ നല്ല രുചിയുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ഇത് കുറച്ച് നമ്മൾക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി നമ്മൾ വിളമ്പുമ്പോൾ പ്ലേറ്റിൽ മതി. ഞാൻ പറഞ്ഞില്ല, വാഷർ എടുത്ത് മാറ്റിയിട്ട് വേണം മൂടി വയ്ക്കാൻ. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.